നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമുക്കെന്താ വേണ്ടത്? ഫെയ്ത്ത് അപ്പോൺ ഫെയ്ത്ത് വേണമെന്ന് പറഞ്ഞായിരുന്നു. ഫെയ്ത്ത് അപ്പോൺ ഫെയ്ത്തിൻ്റെ വൺ സ്റ്റെപ്പാണ് ഇന്നലെ നമ്മൾ കണ്ടത്. ദൈവം സൈലൻസ് ആയിരിക്കുമ്പോൾ നമ്മൾ സിൻസിയർ ആയിരിക്കണം. വെൻ ഗോഡ് ഈസ് സൈലൻസ് വി മസ്റ്റ് ടൂൺ ടു ദി സിൻസിയറിറ്റി. അത് നമ്മൾ സത്യസന്ധമായിട്ടാണ് വിഷയം. അപ്പോൾ ചില ആൾക്കാർക്ക് എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ദൈവം സൈലൻസ് ആകണമെങ്കിൽ പിന്നെ ഇവർ ഉഴപ്പാൻ തുടങ്ങും. അപ്പോൾ അവർ ദൈവമക്കളല്ലല്ലോ. അത് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഉത്തരവൊന്നും കിട്ടണില്ല, അതുകൊണ്ട് ഞാൻ എഴുന്നേക്കണ താമസിക്കും, പിന്നെ അതൊരു സേവനം കുറക്കും, പേശ പ്രവർത്തനം കുറക്കും, ഉഴപ്പാൻ തുടങ്ങും സൈലൻസ് ആകുമ്പോൾ. ഇങ്ങനെയുള്ള ആൾക്കാർ ഉഴപ്പി പോകണമെന്ന് തന്നെയാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. അതാണ് കർത്താവ് സൈലൻസ് ആണ്. ഇനി രണ്ടാമത്തെ സെക്ഷനിൽ വരുമ്പോൾ ഫെയ്ത്ത് അപ്പോൺ ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ ഈ കാനൻകാരിയുടെ പെർസിവറൻസ് ഭയങ്കരമാണ്. അവൾ ആ ഉദ്യമത്തിൽ നിന്ന് മാറുന്നില്ല. എന്നാൽ അവൻ ഒരു വാക്ക് പോലും ഉത്തരം പറഞ്ഞില്ല. ശിഷ്യന്മാർ അവനോട് അഭ്യർത്ഥിച്ചു, അവളെ പറഞ്ഞയച്ചാലും അവൾ നമ്മളുടെ പിന്നാലെ വന്ന് നിലവിളിക്കുന്നു. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇവള് ശിഷ്യന്മാരുടെ അടുത്ത് ഒരു മധ്യസ്ഥ പ്രാർത്ഥന പോലെ പറഞ്ഞില്ലെങ്കിലും കണ്ണ് കാണിച്ച് കളയും. ഒന്ന് പറയാ എനിക്ക് വേണ്ടി പറയാൻ ആരുമില്ല, എനിക്ക് കർത്താവിനെ പരിചയമില്ല. അപ്പം കർത്താവിനെ പരിചയമില്ലാഞ്ഞിട്ട് പോലും ഇവള് കർത്താവിൻ്റെ കരുണയിൽ ഭയങ്കര വിശ്വാസമാണ്. ചില ആൾക്കാർ രക്ഷപ്പെടാൻ അങ്ങനെയാണ്. കർത്താവിനെക്കുറിച്ചൊന്നും അറിയത്തില്ല, പക്ഷെ ഒരു കാര്യം അറിയാം, കർത്താവ് കരുണയുള്ളവരാണെന്ന്. ക്രിസ്തുവിനെക്കുറിച്ച് എന്താണ് അടിസ്ഥാനപരമായിട്ട് അറിയേണ്ടതെന്ന് വെച്ചാൽ ദൈവത്തെക്കുറിച്ച് അറിയേണ്ടത് വെച്ചാൽ ദൈവം കരുണയുള്ളവനാണെന്ന് തന്നെയാണ് അറിയേണ്ടത്. അതുകൊണ്ട് ഇവൾ വിട്ടുപോരാൻ തയ്യാറല്ല. ദൈന്യതയോട് പത്രോസിനെ കണ്ണു കാണിച്ച് പറയും, എനിക്ക് വേണ്ടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്ന് പറയും. അവിടെ പത്രോസ് മുന്നോട്ട് വന്നിട്ട് അവളോട് ഇതൊന്നും നടക്കത്തില്ലെന്ന് അറിയത്തില്ല, പക്ഷെ പത്രോസിനും കർത്താവ് ഇവളെ കൈവിടത്തില്ല എന്നുള്ള ഒരു ഫെൽറ്റ് നോളജുണ്ട്. കർത്താവിൻ്റെ കൂടെ കുറേ നാളായില്ലേ നടക്കുന്നത്. അപ്പോൾ കർത്താവ് നടക്കുമ്പോൾ ഇവളയോട് ഇപ്പം മിണ്ടിയില്ലെങ്കിലും ഇവളെ കൈവിട്ട് കളയുമെന്നുള്ള കുറിച്ച് പത്രോസ് ചിന്തിക്കണില്ല. പത്രോസ് ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ കർത്താവ് ചിലപ്പോൾ കേട്ടെന്ന് വരും. കർത്താവിൻ്റെ മൈൻഡ് സെറ്റ് അതാണെന്ന് അറിയാവുന്നത് കൊണ്ട് പറയും, നമ്മുടെ കൂടെ ഇവള് കരഞ്ഞുകൊണ്ട് വരണമല്ലോ, ഇവളെ ഒന്ന് ഡിസ്പേഴ്സ് ചെയ്യാൻ പാടില്ല എന്ന് ചോദിക്കും. അപ്പം അതിന് പത്രോസ് പറയേണ്ടവർ പറയുമ്പോൾ റെസ്പോണ്ട് ഉണ്ടാവില്ല. പത്രോസോടും ഉണ്ടായിരിക്കേണ്ട കാര്യമില്ല. അത് ഈ മധ്യസ്ഥ പ്രാർത്ഥന നമ്മൾ ഗുണമായാലും ദോഷമായാലും മധ്യസ്ഥത്തിന് ദൈവം മറുപടി പറയും. അതാ വിഷയം. ചിലപ്പോൾ ഗുണമായിരിക്കും, അത് നമ്മുടെ കയ്യിൽ പോലെ ഇരിക്കും. പക്ഷേ മധ്യസ്ഥൻ ഒരു വിഷയം പറഞ്ഞാൽ അത് വിശുദ്ധ സെബസ്ത്യാനോസും അന്തോനിസായാലും ആരും കുഴപ്പമില്ല. അവർ നമ്മുടെ വിഷയം ഏറ്റെടുത്ത് പറഞ്ഞാൽ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഈശോ അതിനെ റെസ്പോണ്ട് ചെയ്തിരിക്കും. ഈശോയുടെ റെസ്പോണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് റെസ്പോൺസാണ് വരുന്നത്. അവൻ മറുപടി പറഞ്ഞു, ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. ഇതാണ് പ്രശ്നം. ദൈവത്തോടൊക്കെ ഇൻട്രാക്ട് ചെയ്യണമെങ്കിൽ കുറച്ച് ക്ലെയിമൊക്കെ ഉണ്ടാകണമേ, അത് പ്രധാനപ്പെട്ട. അപ്പോൾ ഹി ഹാസ് നോ ക്ലെയിം. അവർക്കല്ല വചനം കൊടുത്തിരിക്കുന്നത്. വചനം യഹൂദനെയാണ് കൊടുത്തിരിക്കുന്നത്. അവനാണ് തിരഞ്ഞെടുക്കപ്പെട്ട ജനം. അവനാണ് മരുഭൂമിയിലുള്ള എല്ലാ പരീക്ഷകളും അതിജീവിച്ചവൻ, വാഗ്ദാന നാട് പ്രാപിച്ചവൻ. സോ അവനല്ല ഇത്. ഇവർക്ക് ദൈവമായിട്ട് ബന്ധമില്ല. കുറേ അന്ധവിശ്വാസങ്ങൾ ആകത്തുകയാണ്. ഐ ഡോണ്ട് വാണ്ട് ടു റെസ്പോണ്ട് ഇറ്റ്. വളരെ നിശ്ചിതമായ രീതിയിൽ പറയുകയാണ്. അപ്പോഴേ അവൾക്ക് മനസ്സിലാവും തനിക്ക് ക്ലെയിം ഇല്ലെന്ന് മനസ്സിലായിട്ട് പിന്നെയും ഇവൾ എന്നാ വിട്ടു പോകത്തില്ല. അതാണ് കാനൻകാരി. ഫെയ്ത്ത് അപ്പോൺ ഫെയ്ത്ത്. കർത്താവിൻ്റെ കരുണയുടെ വാതിൽ പെട്ടെന്ന് ഷട്ട് ഡൗൺ ആകും. എന്താ പറയണത്? നിയമപരമായിട്ട് എനിക്ക് അവകാശമില്ല. ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത് ഇസ്രായേൽ വംശത്തിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുക്കത്തേക്കാണ്. ആ ടെക്നിക്കലായിട്ട് അത് ശരിയാണ്, നിയമപരമായിട്ട് ശരിയാണ്. ആളുകളുടെ അടുത്തേക്കുമാണ്, അതാണ് ശരി. പക്ഷെ എന്നാലും ഈശോ സ്റ്റാൻഡ് എടുക്കുകയും കാര്യം അതിൻ്റെ ഈ കാനൻകാരി നിപ്പിലിങ്ങനെ ഇവിടെ ഗ്രാഫ് ഇങ്ങനെ ഉയർത്തുക. അവൾ തന്നെ ദൈവം സഹായിക്കണില്ല. അവളാ കൂടാതെ ആരും സഹായിക്കണില്ല. നമ്മുടെ വിശ്വാസത്തെ ഉയർത്തേണ്ടത് നമ്മൾ തന്നെയാണ്. അതാണ് ഏറ്റവും വലിയ വിശ്വാസം. അപ്പോൾ പത്രോസ് അവളുടെ വിശ്വാസത്തെ അവിടെ കർത്താവ് അവിടെ ക്ലെയിം ക്യാൻസൽ ചെയ്യുകയാണ്, ഡിസോൺ ചെയ്യുന്നു. യു ഹാവ് നോ ക്ലെയിം.
ദേ പൈതലേ, ചില സമയത്ത് ഇപ്പം നിൻ്റെ ഭർത്താവ് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ചേട്ടത്തി വന്ന് എന്നെ പറ്റിച്ച്. അതായത് ചേച്ചി, ഞാൻ അടുത്ത ആൾക്കാരെ കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ കൊടുങ്കാറ്റ് പോലെ കരഞ്ഞു പോയി ഒരു ചെടുത്തി വന്നു. അവിടെ ചീട്ടിരിപ്പുണ്ട്. ആ ചീട്ട് എങ്ങനെ സംഘടിപ്പിച്ചതെന്ന് എനിക്കറിയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ കരച്ചിലും പോയി നോക്കിയപ്പോൾ അവിടെ ഒരു ഫോട്ടോ ഇരിപ്പുണ്ട്. മകൻ ഇങ്ങനെ എന്തോ അവരുടെ റിലേറ്റീവാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ മകനാണോ അപ്പനാണോ നമുക്ക് ചോദിക്കേണ്ട കാര്യമില്ല, രോഗിയാണത്. അയാൾക്ക് മെയിൻറ്റേഴ്സ മറ്റേ വന്നിരിക്കുകയാണ്. അപ്പോൾ എനിക്കറിയാം ഇതിൻ്റെ അകത്ത് കള്ളച്ചീട്ടാണ് ഈ സംഭവം എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനത് നോക്കിയില്ല. എന്താ കാര്യം? അവിടെ നമ്മളത് അതിനെ വിസ്തരിക്കുകയല്ല വേണ്ടത്. കരുണയുടെ കർത്താവിൻ്റെ അൾത്താരെ നിൽക്കുമ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? ആ വിഷയം ആദ്യം സെറ്റ് ചെയ്യണം. ഞാൻ വിഷയം അയാൾക്ക് വേണ്ടി എല്ലാവർക്കും പ്രാർത്ഥിക്കുന്ന പോലെ അവർക്ക് വേണ്ടി തരം പൂശി പ്രാർത്ഥിച്ച് അൾത്താരെ കൊണ്ടുപോയി മാതാവിൻ്റെ മധ്യസ്ഥന് വെച്ചിട്ട് ഞാൻ തിരിച്ചു കൊടുത്തിട്ട് അവിടെ ഉടമ്പടി പേപ്പർ എടുത്തപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇവർക്ക് ഉടമ്പടി പേപ്പർ ഇവിടെ കൃപാസനത്തിൽ വരാനുള്ള റൈറ്റില്ല. അത് 24 ഒക്ടോബർ മാസത്തെ ഉടമ്പടിയാണ്. ഇന്ന് വരെ ആ സാധനം തുറന്നു നോക്കിയിട്ടില്ല. ഇന്ന് കൊണ്ടുവന്ന് പുതുക്കിയിരിക്കുക. എന്താ കാര്യം? ഈ പേപ്പർ കാണിക്കാൻ വേണ്ടിയാണ്. ഷീ ഹാസ് നോ ക്ലെയിം. ദൈവത്തിന് പറ്റിപ്പാണ് ഒരു ഉടമ്പടി. അപ്പം ഞാൻ ചോദിച്ചു, ചേച്ചി ഇത് ക്യാൻസൽഡ് ഉടമ്പടിയാണല്ലോ. അല്ല, ഉടമ്പടി എടുത്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു എനിക്കത് പൂർത്തിയാക്കാൻ പറ്റിയിരുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിന്നെ പിന്നെ നിങ്ങളെന്താ ദൈവത്തെ പറ്റിക്കാൻ പോയത്? ഉടമ്പടി എടുക്കാൻ പോയത് എന്തിനാ? നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ദൈവത്തെ പറ്റിച്ച് അവരാ പണി മേടിക്കുന്നതല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എപ്പോഴും നമ്മൾ ഉടമ്പടി എടുക്കുന്നത് ശ്രദ്ധിക്കണം. പക്ഷേ എന്നാലും അവർക്കൊരു 0 ക്ലെയിമാണെന്ന് വിചാരിച്ചു. പക്ഷെ അവർക്കൊരു ക്ലെയിമുണ്ട്. എന്താ കാര്യം? അവർ ഈ അത്യാസന സമയത്ത് അവർക്ക് ക്ലെയിം ഇല്ലെങ്കിലും അവർ കർത്താവിനെ ആശ്രയിച്ച് അൾത്താരെ വന്നു എന്നുള്ളതാണ് അവരുടെ ക്ലെയിം. മനസ്സിലായില്ലേ? ഇതാണ് കാനൻകാരിയുടെ ഗ്രേസ് അപ്പോൺ ഫെയ്ത്ത് അപ്പോൺ ഫെയ്ത്ത് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ക്ലെയിം ഇല്ലെന്ന് നിങ്ങളൊരു പാപത്തിലാണ്. നിങ്ങൾക്ക് ക്ലെയിം ഇല്ലെന്ന് വിചാരിച്ചോ? എന്നാലും നിങ്ങൾ കുർബാന കൂടിയിട്ട് ദിവസങ്ങളായി പ്രത്യേക സാഹചര്യത്തിൽപ്പെട്ട് കിടപ്പിലാണെന്ന് വിചാരിച്ചോ? എന്നാലും നിങ്ങൾക്ക് ക്ലെയിമുണ്ട്. എന്താ കാര്യം? കർത്താവിൻ്റെ കരുണയുടെ വാതിൽ നിങ്ങൾക്ക് വേണ്ടി ഏത് സമയത്തും തുറക്കപ്പെടാമെന്ന് അവൻ നമുക്ക് വാഗ്ദാനം തന്നിട്ടുണ്ട്. അത് ക്ലെയിമാണ്. അപ്പം ഫെയ്ത്ത് അപ്പോൾ ഫെയ്ത്തിൽ നമുക്ക് 0 ക്ലെയിമാണ്. നമുക്ക് അവകാശവാദങ്ങളില്ലെങ്കിലും നിങ്ങൾ കർത്താവിൽ ആശ്രയിക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ.